പഴയകാല നാടക നടി വള്ളിക്കാവ് സിസിലിക്ക് വീട് നിർമ്മിച്ചു നൽകുന്നു. സാഹിതി തിയേറ്റേഴ്സിന്റെ നേതൃത്വത്തിലാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. നടൻ ജയൻ ചേർത്തല ശിലാസ്ഥാപനം നിർവഹിച്ചു. സാറിനെ ചെന്ന് കണ്ടപ്പോൾ സാറ് ഇന്നതുപോലെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇവിടെ സ്കൂളിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു അവിടെ മരിച്ചല്ല. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് സാറിനെ കണ്ട് പിറ്റേന്ന് രാവിലെ 6 മണിക്ക് സാർ ഇവിടെ വന്നിട്ട് കണ്ടിട്ട് സാറ് പോയി. പിന്നെ 1-2 പ്രാവശ്യം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുകയും മര്യാദ ചെയ്ത് പിന്നെ എല്ലാവരും കൂടെ പോയി സാറിനെ കണ്ട് എന്നെയും കൊണ്ടുപോയി കണ്ട് എല്ലാം. എന്തായാലും ഇപ്പോൾ 6 മാസം കഴിഞ്ഞു. ഇന്നേരം പറഞ്ഞതിൻ്റെ പോലെ നമുക്കിത് ചെയ്യാം എന്ന് പറഞ്ഞ് എനിക്ക് സന്തോഷം തന്നു. സമാധാനമായിട്ട് ഒച്ചനടുത്തൊക്കെ പറഞ്ഞു വിഷമിക്കരുതും എല്ലാ കാര്യവും നടത്തി തരാം ഞാൻ ഇന്ത്യയായിട്ടാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞതുകൊണ്ട് ഞാനിവിടെ സമാധാനത്തെ അങ്ങനെ 30-ലധികം വർഷങ്ങളായി നാടകരംഗത്തിന്റെ നിറസാന്നിധ്യമായ വള്ളിക്കാവ് സിസിലിക്കാണ് സ്വന്തമായി വീടൊരുങ്ങുന്നത്. അരങ്ങിലെ അനശ്വരിയായ നടി ജീവിതത്തിൽ കഴിഞ്ഞത് അടച്ചുറപ്പില്ലാത്ത വീട്ടിലായിരുന്നു. ഇവരുടെ അവസ്ഥ ക്ലാപ്പന ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും സംസ്കാര സാഹിതി ജില്ലാ കൺവീനറുമായ SM ഇക്ബാലാണ് സാഹിതി തിയേറ്റേഴ്സ് ചെയർമാൻ കൂടിയായ CR മഹേഷ് MLA അറിയിക്കുന്നത്. തുടർന്നാണ് സാഹിതി തിയേറ്റേഴ്സിന്റെ ഇടപെടലിൽ വള്ളിക്കാവ് സിസിലിക്ക് സ്വന്തമായി വീട് നിർമ്മിക്കാൻ തീരുമാനിച്ചത്. വീടിന്റെ ശിലാസ്ഥാപനം നടൻ ജയൻ ചേർത്തല നിർവഹിച്ചു. ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മഹേഷ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും നന്നായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് രാഷ്ട്രീയമില്ല, മതമില്ല, ഒന്നുമില്ല. ഒരു കലാകാരിയെ സഹായിക്കാൻ ഞാൻ ക്ഷേമനിധി ബോർഡ് മെമ്പറാണ്. ഒരുപാട് പേർക്ക് പെൻഷൻ ആപ്ലിക്കേഷൻ വരുമ്പോഴും പെൻഷൻ കൊടുക്കുമ്പോഴും ചികിത്സയ്ക്ക് സഹായത്തിന് വരുമ്പോഴും ഒക്കെ നമ്മൾ ഓരോ പേപ്പർ എടുത്തിങ്ങനെ മുമ്പിലിരിക്കുമ്പോഴും ആലോചിക്കും. സത്യം പറഞ്ഞാൽ സിനിമയോടുള്ള അല്ലെ നാടകത്തോടുള്ള അല്ലെ കലയോടുള്ള ആഗ്രഹത്തിന്റെ പേരിൽ ഒരു ജീവിതം മുഴുവൻ ഇതിനു വേണ്ടി ഒഴിഞ്ഞു വെച്ചിട്ടുള്ള ആൾക്കാർ അവരുടെ ചെറുപ്പകാലം മുഴുവൻ ശശിയേട്ടനൊക്കെ കുഞ്ഞിക്കൂനൻ എന്ന് പറയുന്ന സിനിമയുടെ യഥാർത്ഥ പരിവേഷത്തിൽ നാടകം ചെയ്യുമ്പോൾ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലമാണ്. പക്ഷെ എങ്കിൽ പോലും ആ നാടകത്തിൽ അന്ന് ആ സ്റ്റേജിന്റെ പരിമിതിക്കുള്ളിൽ നിന്ന് നമ്മളെ വല്ലാണ്ട് കോരിത്തെരിപ്പിച്ച ഒരു വലിയ നാടകം. അങ്ങനെ ഒരുപാട് കലാകാരൻ ഇതുകൊണ്ട് ആ സ്റ്റേജിൽ നിൽക്കുമ്പോൾ കയ്യടി കിട്ടും. അതിനപ്പുറം ഇറങ്ങി കഴിയുമ്പോൾ അന്ന് വീട്ടിലുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിക്കാനോ അല്ലെ ഒരു വീട് പണിയാനോ അടച്ചുപൂട്ടുള്ള ഒരു മുറിയിലെ വീട്ടുകാരെയും കുടുംബത്തെയും സംരക്ഷിക്കാനോ ഇവർക്ക് സമ്പത്തുണ്ടോ എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പില്ല. CR മഹേഷ് MLA, ക്ലാപ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല പ്രകാശ്, ജനപ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നാടകത്തിൽ അഭിനയിക്കാൻ മടി കാണിക്കുന്ന ആ കാലഘട്ടത്തിൽ നാടകത്തോടുള്ള അഭിനിവേശം കൊണ്ടും ജീവിക്കാനുള്ള പരവേശം കൊണ്ടും നാടക അഭിനയം നടത്തുകയും അവരോടൊപ്പം അഭിനയിച്ചിട്ടുള്ള ആദിനാട് റഷ്യനൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നിരവധി വേദികൾ മലയാളത്തിൽ അറിയപ്പെടുന്ന പ്രൊഫഷണൽ സമിതികളൊക്കെ അഭിനയിച്ച ഒരു അമ്മയാണ്, ചേച്ചിയാണ്. പക്ഷെ ജീവിതത്തിൽ പലപ്പോഴും കലാകാരന്മാർക്ക് വാർദ്ധക്യത്തിലെത്തുമ്പോൾ ജീവിതാവസാനം മിച്ചം എന്ന് പറയുന്നത് സങ്കടങ്ങൾ മാത്രമായിരുന്നു. ഇതൊരു ഉദാഹരണം മാത്രമാണ്. കേരളത്തിലെമ്പാടും നമ്മൾ പരിശോധിച്ചാൽ ആശുപത്രി കിടക്കയിൽ കിടക്കുന്ന ഒരുപാട് കലാകാരന്മാർ. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.